എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം നിയമം സാംസ്കാരിക പാർലമെന്ററി കാര്യം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ അവർകൾ എൻ്റെ സഹപ്രവർത്തകരെ ബഹുമാനരെ, പട്ടികവർഗ വിഭാഗങ്ങളുടെ പുരോഗതിക്ക് അടിസ്ഥാനമായിട്ടുള്ളത് എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. ഭൂരിപക്ഷം കുട്ടികളും നിർധന കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ്. എന്നതിനാൽ ഇവർക്ക് മികച്ച രീതിയിലുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ കാര്യം മനസ്സിലാക്കി ഇവർക്ക് താമസിച്ചു പഠിക്കുന്നതിനുള്ള റെസിഡൻഷ്യൽ സംവിധാനം വകുപ്പ് ലഭ്യമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വകുപ്പിൻ്റെ കീഴിൽ 105 പ്രീ മാട്രിക് ഹോസ്റ്റലുകളും 9 പോസ്റ്റ് മാട്രിക് ഹോസ്റ്റലുകളും 20 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും പ്രവർത്തിച്ചു വരുന്നു. ഇവയിൽ 13,389 വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്നു. ഹോസ്റ്റലുകളെ യൂണിസെഫ് നീൽവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള കെട്ടിടങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പണി പൂർത്തിയായ 3 പ്രീ മാട്രിക് കെട്ടിടങ്ങളുടെയും ഒരു പോസ്റ്റ് മാട്രിക് ഹോസ്റ്റലിൻ്റെയും നിർമ്മാണം ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഷോറന്നൂർ ആൻബായ് പ്രീ മാട്രിക് ഹോസ്റ്റലുകളുടെയും ഇടുക്കി ഇരുമ്പ് പാലം പ്രീ മാട്രിക് ഹോസ്റ്റലിൻ്റെയും ഉദ്ഘാടനവും അഗളി പോസ്റ്റ് മാട്രിക് ഹോസ്റ്റലിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കുന്നത്. ഈ ചടങ്ങിലെ അധ്യക്ഷൻ വഹിക്കുന്ന ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം നിയമം സാംസ്കാരികം പാർലമെന്ററി കാര്യം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ അവർക്കലാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്
ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് ശ്രീ N. ഷംസുദ്ദീൻ അവർകളും ബഹുമാനപ്പെട്ട ദേവികുളം MLA ശ്രീ S. രാജേന്ദ്രൻ അവർകളും അതാത് പ്രദേശത്തെ യോഗത്തിലെ പങ്കെടുക്കുന്നവരെയും ഈ യോഗത്തിലെ സ്വാഗതം ചെയ്യുന്നു. യോഗത്തിലെ സംബന്ധിക്കുന്ന എല്ലാ ജനപ്രതിനിധികളെയും നാട്ടുകാർക്കും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സത്കർമ്മത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ വേദിയിൽ പങ്കെടുക്കുന്ന ദേവികുളം MLA ശ്രീ S. രാജേന്ദ്രൻ, മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ, സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ പുനീത് കുമാർ IAS, ഡോക്ടർ P. പുകഴേന്തി IFS ഡയറക്ടർ പട്ടികവർഗ വികസനവും, ഇതിൻ്റെ പ്രിയപ്പെട്ട ഗുണഭോക്താക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാർ, COVID-19 ഘട്ടത്തിൽ വളരെ നിയന്ത്രിതമായ ഒരു സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ നടക്കേണ്ട ഒരു പരിപാടിയാണ് ഈ രൂപത്തിൽ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടത് എന്നുള്ളത് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ 19/9/2020 ഇന്ത്യക്ക് മാതൃക സൃഷ്ടിച്ച 12,500 സാമൂഹ്യ പഠനമുറിയുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ആ ഘട്ടത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, കുട്ടികളുടെ അടിസ്ഥാന ഭൗതിക വികസനവും അക്കാദമിക് നിലവാരവും ഉയർത്തുന്നതിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് കുട്ടികളുടെ ഭൗതിക വികസനവും അക്കാദമിക് നിലവാരവും ഉയർത്തുന്നതിനുള്ള വേദികൾ എന്ന നിലയിൽ വിദ്യാർത്ഥിനികൾ താമസിച്ച് പഠിക്കുന്ന ഹോസ്റ്റലുകളുടെ നവീകരണവും പുതിയ ഹോസ്റ്റലുകളുടെ നിർമ്മാണവും അത് പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 100 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതികളിൽ ഉൾപ്പെടുത്തിയത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾ ഭൂരിപക്ഷവും താമസിച്ച് പഠിക്കുന്നത് പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക്, MRS ഹോസ്റ്റലുകളിലാണ്. ഏതാണ്ട് 14,000-ഓളം വരുന്ന കുട്ടികളാണ് 9 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലും 20 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും 105 പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലുമായി താമസിച്ച് പഠിക്കുന്നത്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനുള്ള ഏറ്റവും ശ്രമകരമായ ജോലിയാണ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളത്. പട്ടിക വിഭാഗം കുട്ടികൾ പഠിക്കുന്ന MRSകൾ, ഹോസ്റ്റലുകൾ, ITഐകൾ, മറ്റ് വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങൾ എന്നിവ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും അതുപോലെ തന്നെ PG പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലും താമസിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം. പ്രത്യേകിച്ച് MRSകളിലെ SSLC ശതമാനം എന്ന് പറയുന്നത് 100% പാസ്സായിട്ടുള്ളത്. ഓരോ വർഷം കഴിയുന്തോറും A+ കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ പ്രാധാന്യമാണ് നമ്മൾ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിൽ
34 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് നമ്മൾ നടപടികൾ സ്വീകരിച്ചു. ഇതിന് മുമ്പ് ഒരു സർക്കാരും സ്വീകരിച്ചിട്ടില്ലാത്ത നടപടികളാണ് ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് നിർമ്മാണം പൂർത്തീകരിച്ച പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 3 പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ 2 മണ്ണാർക്കാടും മറ്റൊന്ന് ദേവികുളം മണ്ഡലത്തിലുമാണ്. അതുപോലെ നമ്മൾ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ഒരു പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിൽ തന്നെ അഗളിയിലാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദിവാസികൾ കൂടുതലുള്ള ഒരു ജില്ല എന്ന നിലയിൽ വയനാടിനും പ്രത്യേക പ്രാധാന്യമാണ് നമ്മൾ കൊടുത്തത്. ഇപ്പം അതിന് പുറമെ വയനാട് ജില്ലയിൽ സുഗന്ധഗിരിയിൽ ഒരു മോഡൽ റെസിഡൻഷ്യൽ കോളേജിൻ്റെ പ്രപ്പോസൽ ഇപ്പോൾ ഗവൺമെൻറ് തയ്യാറാക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യ രാജ്യത്തിലെ ആദ്യത്തെ മോഡൽ റെസിഡൻഷ്യൽ കോളേജായി നമുക്ക് വയനാട് ജില്ലയിലെ സുഗന്ധഗിരിയെ മാറ്റാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കരിക്കുറ്റി പ്രീ മെട്രിക് ഹോസ്റ്റൽ 100 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നതാണ്. 2018 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. അതുപോലെ തന്നെ വയനാട്ടിൽ നല്ലൂർ നാടിൽ +2 ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനവും നമ്മൾ നിർവഹിച്ചു. പൂക്കോട്ട് MRS ഉദ്ഘാടനം അത് പണി നിന്നുപോയതായിരുന്നു. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 500 ആൺകുട്ടികളും പെൺകുട്ടികളും താമസിച്ച് പഠിക്കുന്ന അതിമനോഹരമായ 2 MRSകൾ ഒന്നായി പൂക്കോട്ട് വയനാട് ജില്ലയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പട്ടികവർഗ വികസന വകുപ്പ് നടപടികൾ ആരംഭിച്ച 34 പുതിയ കെട്ടിടങ്ങളിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതുൾപ്പെടെ 13 ഇതിനകം തന്നെ നമ്മൾ പൂർത്തിയാക്കി. 7 പ്രീ മെട്രിക് ഹോസ്റ്റൽ, 1 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ, 1 മൾട്ടിപർപ്പസ് ഹോസ്റ്റൽ, 1 MRS, 3 MRSകൾക്ക് +2 ബ്ലോക്ക് ഹോസ്റ്റൽ എന്നിവയാണ് നമ്മൾ പൂർത്തീകരിച്ചത്. 10 സ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 5 പ്രീ മെട്രിക് ഹോസ്റ്റൽ, 1 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ, 1 ITA അക്കാദമിക് ബ്ലോക്ക്, 1 ITA ഹോസ്റ്റൽ, 1 MRS, 1 മൾട്ടിപർപ്പസ് ഹോസ്റ്റൽ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പം നടക്കുകയാണ്. 11 സ്ഥാപനങ്ങളുടെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. അതിൽ 2 പ്രീ മെട്രിക് ഹോസ്റ്റലും 7 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലും 1 MRSും 1 യൂത്ത് ഹോസ്റ്റലും ഉൾപ്പെടും. മൊത്തം നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഏതാണ്ട് 16 കോടി രൂപ ചെലവ് നിർമ്മിച്ച ഹോസ്റ്റലുകളാണ്. ഇതുപോലെ തന്നെ ഹോസ്റ്റലുകളിൽ താമസിക്കാത്ത സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇരട്ടിയാണ് നമ്മൾ പ്രതിമാസ അലവൻസ് വർദ്ധിപ്പിച്ചത്. 4500 രൂപ പ്രതിമാസ അലവൻസ് അവർക്ക് കൊടുക്കുകയാണ്. സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്ന മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ, പട്ടികജാതിയിലും പട്ടികവർഗത്തിലും പെട്ട കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 2376 പേർക്ക് നൈപുണ്യ വികസന പരിശീലനത്തോടെ നമ്മൾ തൊഴിൽ നൽകി എന്ന് മാത്രമല്ല 360 പേർക്ക് വിദേശ രാജ്യങ്ങളിലും നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. പട്ടികവർഗ വികസന വകുപ്പ് 12 ഏജൻസികൾ മുഖേന 27 തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ 3706 പേർക്ക് നൈപുണ്യ പരിശീലനവും നൽകി നമ്മൾ തൊഴിൽ ഉറപ്പുവരുത്തി. ഇതിനു പുറമെ പട്ടികവർഗ മേഖലയിൽ വകുപ്പ് നടപ്പിലാക്കിയ ഗോത്രബന്ധു സാമൂഹ്യ പഠനമുറി, ഗോത്ര ജീവിക തുടങ്ങിയ പദ്ധതികളിലെല്ലാം കൂടി 5000-ഓളം പേർക്കാണ് നമ്മൾ തൊഴിൽ ലഭ്യമാക്കിയത്. കൂടുതൽ വിശദാംശത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ സത്കർമ്മത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 3 പ്രീ മെട്രിക് ഹോസ്റ്റലുകളുടെ ഉദ്ഘാടനവും 1 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഷോളയൂർ, ഇരുമ്പുപാലം, ആനവായി ഇവിടങ്ങളിലാണ് നിർമ്മാണം പൂർത്തിയായ ഹോസ്റ്റലുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത്.
അഗളിയിലാണ് പെൺകുട്ടികൾക്കായി പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ ആരംഭിക്കുന്നതിനുള്ള നിർമ്മാണത്തിന് തുടക്കമിടുന്നത്. താമസ സ്ഥലത്തിനടുത്ത് സ്കൂളുകളില്ലാത്തവരും വീടുകളിൽ മതിയായ സ്ഥലസൗകര്യം ഇല്ലാത്തവരുമായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ഇത്തരം ഹോസ്റ്റൽ സംവിധാനം ഒരുക്കുകയാണുണ്ടായത്. ഇപ്പോഴത്തെ പ്രതിസന്ധിയൊക്കെ മാറി വിദ്യാലയങ്ങൾ സജീവമാകുമ്പോൾ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാൻ ഇത്തരം സംവിധാനങ്ങൾ ഏറെ ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് ജില്ലയിലെ ഷോളയൂരിൽ പട്ടികവർഗക്കാരായ 60 ആൺകുട്ടികൾക്കും ഇരുമ്പുപാലം പ്രീ മെട്രിക് ഹോസ്റ്റലിൽ 100 പട്ടികവർഗ പെൺകുട്ടികൾക്കും അട്ടപ്പാടിയിലെ ആനവായിൽ ഇരുവിഭാഗത്തിൽ ഉൾപ്പെട്ട 100 പട്ടികവർഗ കുട്ടികൾക്കുമുള്ള ഹോസ്റ്റൽ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഷോളയൂരിലും ഇരുമ്പുപാലത്തും അത്യാധുനിക സൗകര്യങ്ങളുള്ള 3 നില മന്ദിരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആനവായി ഹോസ്റ്റലിന്റെ കാര്യത്തിൽ പഴയ കെട്ടിടത്തിന് പകരം വിപുലമായ സ്ഥല സൗകര്യമുള്ള പുതിയൊരു ഇരുനില കെട്ടിടമാണ് ഒരുക്കിയിരിക്കുന്നത്. നിർമ്മാണം ആരംഭിക്കുന്ന അഗളിയിൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന് 4,74,00,000 രൂപ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള 3 നില മന്ദിരം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹോസ്റ്റലുകളിൽ വെറും താമസ സൗകര്യം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാകുമെന്ന് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്താകെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ പറയുകയുണ്ടായി, ഇതുപോലെ 105 പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ, 9 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളുമാണ് ഉള്ളത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് ആലുവ, മണ്ണന്തല, കൊഴിഞ്ഞാമ്പാറ എന്നിവിടങ്ങളിൽ പുതുതായി പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ ആരംഭിച്ചത്. ഈ വർഷം 7,136 വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഹോസ്റ്റൽ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം സർക്കാർ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കുകയാണ്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അടുത്ത് തന്നെ പെൺകുട്ടികൾക്കായി പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ ആരംഭിക്കുന്നതിനും സർക്കാർ ആലോചിച്ചു വരികയാണ്. ഇങ്ങനെ വീടുകളിൽ നിന്നും മാറി നിന്ന് പഠിക്കാനും വീട്ടിൽ പഠന സൗകര്യങ്ങൾ കുറവാണെങ്കിൽ അത് അവിടെ തന്നെ ലഭ്യമാക്കാനും സർക്കാർ ശ്രദ്ധിക്കുകയാണ്. പഠനം വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരു തൊഴിൽ നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തൊഴിൽ നേടാനും സ്വയം തൊഴിൽ കണ്ടെത്താനും പട്ടികവർഗക്കാരെ സഹായിക്കാനുള്ള നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത്. പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ 5 ലക്ഷത്തോളം പ്രീ മെട്രിക് വിദ്യാർത്ഥികൾക്കും 2 ലക്ഷത്തോളം പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്കും ഏതാണ്ട് 1.5 ലക്ഷം വരുന്ന OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ് വിഭാഗത്തിനും വ്യത്യസ്ത നിരക്കിലും വ്യാപ്തിയിലും ഉള്ള സഹായങ്ങളാണ് ഈ പദ്ധതികളിലൂടെ സർക്കാർ നൽകി വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രത്യേകത, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായമെങ്കിലും
പട്ടികവർഗ വിദ്യാർത്ഥിക്ക് ഈ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അത് സർക്കാരിൻ്റെ മനോഭാവത്തിന്റെ ഭാഗമായി തന്നെ വരുന്നതാണ്. പട്ടികവർഗക്കാരായ കുട്ടികളുടെ പഠന നിലവാരം, അതിലുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പഠനമുറി സർക്കാർ സഹായത്തോടെ ഒരുക്കിയത്. ഇത് ഗോത്രമേഖലയിലും ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക പഠനമുറികൾ ഒരുക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഒട്ടേറെ പദ്ധതികൾ സർക്കാർ രൂപം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബഹുമാനായ മന്ത്രി പറയുകയുണ്ടായി, ഗോത്രവാത്സല്യനിധി, ഗോത്രബന്ധു, ഗോത്രസാരഥി, അങ്ങനെ ഒട്ടേറെ പദ്ധതികളാണ്. നമ്മുടെ സംസ്ഥാനത്ത് 19,000-ഓളം അഭ്യസ്ത വിദ്യർക്ക് തൊഴിലുറപ്പ് വരുത്താനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. നിർമ്മാണ മേഖലയിൽ 1140 പേർക്ക് നൈപുണ്യ വികസന പരിശീലനം നൽകിയിട്ടുണ്ട്. ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ വകുപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനം ഇവരെ ഏൽപ്പിക്കലാണ്. ഇരുപത്തേഴ് കോഴ്സുകളിലായി 3870 പേർക്ക് മറ്റ് ജോലികൾ ചെയ്യുന്നതിനുള്ള പരിശീലനം. വിവിധ പദ്ധതികളിലായി 2500-ഓളം പേർക്ക് തൊഴിൽ. ഇതൊക്കെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 100 പേർക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റ് വഴി നിയമനം, 125 പേർക്ക് ഉടനെ നിയമനം വരാൻ പോകുന്നു. സ്ത്രീകൾക്കായി ട്രൈബൽ പ്ലസ് എന്നൊരു പദ്ധതി, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം കൂടി പട്ടികവർഗ മേഖലയിൽ ജോലി നൽകുകയാണ്. അതോടൊപ്പം തന്നെ മില്ലറ്റ് വില്ലേജ് പദ്ധതി, കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൃഷി വകുപ്പുമായി സഹകരിച്ചാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന ധാന്യങ്ങൾ ഇപ്പോൾ വീണ്ടും കൃഷി ചെയ്യുക. പാട്ടകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് കുടുംബശ്രീ യൂണിറ്റുകൾ വഴി ജോയിന്റ് ലൈവ്ലിഹുഡ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോവിഡും കാലവർഷക്കെടുതിയും ഉയർത്തിവിട്ട പ്രതിസന്ധികളെ അതിജീവിക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ട സാമ്പത്തികാവസ്ഥയുണ്ട്, നഷ്ടപ്പെട്ട മണ്ണും ഭൂപ്രകൃതിയുമുണ്ട്, ഭക്ഷ്യധാന്യ ലഭ്യത, ഇതെല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയേണ്ടതുണ്ട്. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിനുള്ള വിശ്രമരഹിതമായ പ്രവർത്തനത്തിലാണ് നാടാകെ ഏർപ്പെട്ടിരിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്നും പുറകോട്ട് പോകാൻ നിർബന്ധരായ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ബോധപൂർവമുള്ള ഇടപെടൽ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പരിപാടികളുടെ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി
അറിയിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. എന്നോടൊപ്പം ഇരുമ്പുപാലത്ത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാനീയ സുഹൃത്തുക്കളെ, കേരളത്ത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹോസ്റ്റലിൽ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സ്വകാര്യ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നവർക്ക് പോലും അതിന് വേണ്ട തുക വിനിയോഗം ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ വിവിധ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലേക്കും വിദ്യാഭ്യാസ സഹായവുമെല്ലാം ഈ ഗവൺമെന്റ് എടുത്ത നടപടി വളരെയേറെ സ്വാഗതാർഹമാണ്. അതിലേക്ക് നടപടിയാണ്. തീർച്ചയായും എന്റെ മണ്ഡലത്തിലും അതിൻ്റെതായ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എന്റെ മണ്ഡലം ഏറ്റവും പുറകിൽ നിൽക്കുന്ന 128 കുടികളുള്ള മണ്ഡലമാണ്. ആദ്യ കാലഘട്ടത്ത് വാഹന സൗകര്യങ്ങൾ പോലും എത്തിപ്പെടാൻ കഴിയാത്ത മേഖല ഉൾപ്പെടെ പോകുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. AK ബാലൻ നേരത്തെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കുടികൾ സന്ദർശിക്കുന്ന അവസരത്തിൽ ഉണ്ടായ ദുരിത യാത്രകളെല്ലാം ഇപ്പോൾ ഒഴിവാക്കാൻ കഴിയും. തീർച്ചയായും ഇനിയും ചില മേഖലകളിൽ കുറങ്ങാട്ടി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഹോസ്റ്റലിന്റെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ആവശ്യമായ ഹോസ്റ്റലുകൾ തുടങ്ങേണ്ട കാര്യങ്ങൾ ഉണ്ട്. ഇവിടെ ഇപ്പോഴാണ് ഏതാനും കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നുവരുവാൻ. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ 50-60 വർഷങ്ങൾക്ക് ശേഷം ഡിഗ്രി ഹോൾഡർ, ഒരു MBA, ഒരു LLB തുടങ്ങിയിട്ടുള്ള കുട്ടികളെ കാണുവാൻ സാധിക്കുന്നത് ഈ അവസരങ്ങളിലാണ്. വളരെ സജീവമായി പ്രവർത്തനം ഏറ്റെടുക്കുകയും അത് താഴെത്തട്ടിൽ കുടികളിലേക്ക്, ആദിവാസി സമൂഹത്തിലേക്ക്, ഗോത്രവർഗ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഗവൺമെന്റിനെ എല്ലാവിധ നിലകളിലും നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കിട്ടിയ അവസരത്തിന് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ എല്ലാവിധ ആശംസകളും നേർന്ന് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA ശ്രീ ഷംസുദ്ദീൻ എത്തിക്കുന്ന ഗവൺമെന്റിനെ എല്ലാവിധ നിലകളിലും നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കിട്ടിയ അവസരത്തിന് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ എല്ലാവിധ ഷംസുദ്ദീനെ ഞാൻ വിളിച്ചു കഴിയും. അവിടെ മുട്ടിയിരിക്കുക. ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അട്ടപ്പാടിക്കാർക്ക് ഇത് വളരെയേറെ സന്തോഷകരവും ആശ്വാസകരവുമായ ഒരു സന്ദർഭമാണ്.
പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട ഒരു ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് നല്ല ഹോസ്റ്റലുകളാണ്. ഇവിടെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അട്ടപ്പാടിയിൽ പണി പൂർത്തീകരിച്ച 2 ഹോസ്റ്റലുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമർപ്പിച്ചത്. ചോളയൂർ ബോയ്സും അതുപോലെ തന്നെ ആനവായിലെ പ്രീ മെട്രിക് ഹോസ്റ്റലും. അതോടൊപ്പം നമുക്കുള്ള മറ്റൊരു സന്തോഷം, അഗളിയിലെ പോസ്റ്റ് മെട്രിക് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന്റെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും നിർവഹിക്കപ്പെടുകയാണ്. ഈ രംഗത്ത് നമുക്കറിയാം അട്ടപ്പാടിയിൽ കുറെ പോരായ്മകൾ ഉണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഹോസ്റ്റലുകളിലൊക്കെ അനുവദനീയമായ എണ്ണത്തിലും എത്രയോ ഇരട്ടി കുട്ടികളാണ് ഇപ്പോ താമസിച്ച് പഠിക്കുന്നത്. അപ്പൊ ഈ പുതിയ ഹോസ്റ്റലുകൾ വരിക വഴി അതിനാണ് നമുക്കൊരു ആശ്വാസം ഉണ്ടാകുന്നത്. കാരണം സ്ട്രെങ്ത്തിനേക്കാൾ എത്രയോ കൂടുതൽ കുട്ടികൾ പഠിക്കേണ്ട സ്ഥിതി, താമസിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നത് കൊണ്ട് പല വിധത്തിലുമുള്ള പ്രയാസങ്ങൾ ആ കുട്ടികൾ അനുഭവിക്കുകയാണ്. ഞങ്ങളൊക്കെ പലപ്പോഴും ഹോസ്റ്റലുകൾ സന്ദർശിക്കാറുണ്ട്. ഹോസ്റ്റൽ വെൽഫെയർ കമ്മിറ്റിയുടെയും മറ്റു ദിവസങ്ങളിലും അല്ലാതെയും ഒക്കെ ഹോസ്റ്റലുകൾ സന്ദർശിക്കാറുണ്ട്. അപ്പോ അനുവദിച്ച എണ്ണത്തിൽ കൂടുതൽ കുട്ടികൾ ഉള്ളത് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന പല ഹോസ്റ്റലുകളുടെയും ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പരിഹാരമാവുകയാണ് ഇവിടെ 2 പുതിയ ഹോസ്റ്റൽ കെട്ടിടങ്ങൾ കിട്ടിയതോടുകൂടി. അതുപോലെ തന്നെ അഗളിയിലെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലും വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. നിലവിലുള്ള കെട്ടിടത്തിന് ഒരുപാട് പോരായ്മകൾ, ടോയ്ലറ്റിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല രീതിയിലുള്ള കെട്ടിടങ്ങൾ വരുന്നു എന്നുള്ളത് ഈ രംഗത്തെ വിദ്യാർത്ഥികൾക്ക് ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന്റെ ഒരു നല്ല അവസ്ഥയാണ് ഇതുവഴി ഉണ്ടാകുന്നത്. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മളൊരു കോവിഡ് കാലഘട്ടത്തിലാണ്. സ്കൂളുകളും ഹോസ്റ്റലുകളും ഒന്നും ഇപ്പോ പ്രവർത്തിക്കുന്നില്ല. ഏറെ വൈകാതെ അതൊക്കെ തുറക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകട്ടെ എന്നീ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. അട്ടപ്പാടിയിലെ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നടപടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ A.K. ബാലന്റെ നേതൃത്വത്തിൽ ഇന്നും ഉണ്ടായിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകിയ മന്ത്രി ശ്രീ A.K. ബാലനെ ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ആവശ്യമായ നിയമ സാംസ്കാരിക വിദ്യാലയ ഉപമന്ത്രി ശ്രീ A.K. ബാലൻ സർ, 3 ഹോസ്റ്റലുകളുടെ ഉദ്ഘാടനം പൂർത്തീകരിച്ച ഹോസ്റ്റലുകളുടെ ഉദ്ഘാടനം, ഒരു പുതിയ ഹോസ്റ്റലിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ പുനീത് കുമാർ സർ, ആശംസകൾ അർപ്പിച്ച ദേവികുളം MLA ശ്രീ S. രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA ശ്രീ ശംസുദ്ദീൻ, ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. വിദ്യാഭ്യാസത്തിലൂടെ വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പട്ടികവർഗ വികസന വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. ആ രീതിയിൽ പട്ടികവർഗ കുട്ടികൾക്ക് തുടർച്ചയായ വിദ്യാഭ്യാസം ലഭ്യമാക്കുവാനും ഒഴിവുകൂട്ടം തടയാനും വിദ്യാഭ്യാസ ഉന്നമനത്തിൽ കൂട്ടുനിർത്താനും നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടത്തി വരികയാണ്. വിദ്യാഭ്യാസത്തിൽ
മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് നിരവധി സമുച്ചയങ്ങളുടെ നിർമ്മാണം കൂടി നടത്തി വരികയാണ്. അതിൽ തന്നെ ആ രീതിയിൽ ഇന്ന് പാലക്കാട് ജില്ലയിൽ ചോലയൂർ, ആനവായി, ഇടുക്കി ജില്ലയിലെ ഇരുമ്പുപാലം എന്നിവിടങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പ്രീ മെട്രിക് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുകയുണ്ടായി. അഗളി, അട്ടപ്പാടി അഗളിയിലെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെടുകയുണ്ടായി. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാനുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ സന്നിഹിതരായി ഈ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എൻ്റെ സ്വന്തം പേരിലും വകുപ്പിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിച്ചത് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ സാറാണ്. അദ്ദേഹത്തിനും എൻ്റെ സ്വന്തം പേരിലും വകുപ്പിന്റെ പേരിലും നന്ദി ആശംസിക്കുന്നു. വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പുനീത് കുമാർ സർ ഇന്ന് സ്വാഗതം ആശംസിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും വകുപ്പ് കുറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആശംസകൾ അറിയിച്ച ബഹുമാനപ്പെട്ട ദേവികുളം MLA രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA ശ്രീ ശംസുദ്ദീൻ, വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട നാട്ടുകാർ, എല്ലാവർക്കും